ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്നും റോമിലോട്ട് തിരികെ പോയി വലിയ സൈന്യമായി തിരിച്ചു വരാമെന്നും ക്രാസസും തീരുമാനിച്ചു. ഈ സമയത്താണ് ജൂലിയസ് സീസർ മറ്റൊരു യുദ്ധതന്ത്രവുമായി ക്രാസസിനെ സമീപിക്കുന്നത്. ഈ സമയത്ത് പിന്മാറുന്നത് ബുദ്ധിയല്ലെന്നും അങ്ങനെ ചെയ്താൽ സ്പാർട്ടക്കസ് കീഴടക്കി വരുന്ന സ്ഥലത്തെ ആളുകളെ എല്ലാം കൂട്ടി ഇപ്പോഴുള്ളതിനേക്കാളും വലിയ സൈന്യവുമായി റോമിനെ ആക്രമിക്കുമെന്നും സീസർ കണക്കുകൂട്ടി. ഇപ്പോൾ പിന്മാറിയാൽ നമ്മളെയെല്ലാം സ്പാർട്ടക്കസ് പിന്തുടർന്ന് വധിക്കുമെന്നും സീസർ ക്രാസസിനോട് പറഞ്ഞു. പക്ഷേ പിന്മാറുകയല്ലാതെ വേറെ രക്ഷയില്ലെന്നും നേരിട്ട് അവരെ തോൽപ്പിക്കാനാകില്ലെന്നും ക്രാസസ് സീസറിനോട് പറഞ്ഞപ്പോൾ സീസർ അദ്ദേഹത്തിന്റെ യുദ്ധതന്ത്രം ക്രാസസിനോടായി വെളിപ്പെടുത്തി. അതിരാവിലെ സൂര്യനുദിക്കുന്നതിന് മുമ്പ് സ്പാർട്ടക്കസും സൈന്യവും ഉറക്കത്തിലായിരിക്കുമ്പോൾ അവരുടെ ക്യാമ്പ് ആക്രമിക്കുക എന്നതായിരുന്നു സീസറിന്റെ ആ തന്ത്രം.